ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് മൺചട്ടിയിലായിരുന്നു. ഇത് കുക്കറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബീഫ് റോസ്റ്റ് റെഡിയാക്കാം. ഇനി പെട്ടെന്ന് തന്നെ ബീഫ് റോസ്റ്റ് റെഡി, ടേസ്റ്റിന് ഒരു കുറവുമില്ല, അടിപൊളി കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ടേബിൾ സ്പൂൺ ആട്ടോ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടെ ചേർന്നിട്ട് 1 ടീസ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മുടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇല്ലേ, അതൊരു കളറിന് അതൊരു ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ കയ്യിലോണ്ടും സ്പൂണോണ്ടൊന്നും ഇളക്കിയിട്ട് കാര്യമില്ല, കൈ കൊണ്ട് നന്നായിട്ട് ബീഫും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം കുക്കറിൽ ഇത് വെന്തിട്ട് നമുക്ക് റോസ്റ്റ് ആക്കാനാണ്, കറിയല്ലല്ലോ. റോസ്റ്റാക്കി വരുവാനുള്ള വെള്ളം ഈ ബീഫിൽ നിന്ന് തന്നെ പൊടിയും കേട്ടോ. എന്നിട്ട് കുക്കറിൽ വെച്ച് ഞാനൊരു 4 വിസിലുകൊണ്ട് എനിക്ക് ബീഫ് വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് ആ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 2 സവാള, 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 2 സവാള, ഒരു 2-3 ഉണക്കമുളക് നടുമുറിച്ചിട്ട് അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ അത്ര എടുത്താൽ മതി. എന്നിട്ട് 1 ടീസ്പൂൺ നമ്മൾ അതിലിട്ടിന്ന് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 തക്കാളി, കൂടുതൽ തക്കാളി ചേർക്കരുത്, അപ്പോൾ പുളിപ്പ് രുചി വരും. 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. ഈ തക്കാളി വെന്ത് വരുമ്പോൾ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ അതിലോട്ട് ടേബിൾ സ്പൂൺ ആട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ഇക്കട്ടെ, ഇതിലോട്ട് ടീസ്പൂണാണ് ഇടേണ്ടത്. 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, കാരണം നമ്മൾ 2 ടേബിൾ സ്പൂണ് അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഉള്ളിയിലോട്ട് ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം പോയി ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ആ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട്, കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കണ്ടില്ലേ, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയതാട്ടോ അത്. എന്നിട്ട് അത് നമ്മുടെ ഈ വാട്ടി വെച്ച ഉള്ളി തക്കാളി മസാല അല്ലേ, അതിലോട്ട് നമ്മൾ ഈ ബീഫ് ആ വെള്ളത്തോടെ കൂടിയിട്ട് ചേർക്കുക. ആ വെള്ളം കളയരുത്, ആ വെള്ളത്തോടെ കൂടിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. അങ്ങനെ അടച്ച് വെച്ച് നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ അടിപൊളിയായിട്ട് അടച്ച് വെച്ച് നല്ല ഇങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതെ വെള്ളം നന്നായിട്ട് വറ്റി വരട്ടെ. കുറച്ച് ഗ്രേവി ടൈപ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ. എന്നിട്ട് അതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ലാസ്റ്റ് ചേർത്താൽ അതിന് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. നമ്മൾ ആദ്യമേ ചേർത്താൽ അത് കിട്ടൂല. എന്നിട്ട് ലാസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കുക്കറിൽ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടോ, അടുപ്പത്തല്ല ഗ്യാസും ഉണ്ടാക്കി വെച്ചിട്ടോ ഒരു കോംപ്രമൈസും ഇല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഒരു വട്ടം കഴിച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.